ഹലോ, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഇപ്പോൾ തിങ്കളാഴ്ച മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇന്നലെയും ഇനി ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആൺകുട്ടിക്ക് മാത്രമേ ഇന്ന് ക്ലാസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരാളെ മാത്രമേ ഇന്ന് സ്കൂളിൽ പറഞ്ഞയച്ചാൽ മതി. അപ്പം ഞാൻ കാലത്തേടെ ഒരു കൂടി പാസ്സാക്കി. കാപ്പി എന്നും കട്ടൻ ചായ അല്ലേ, കട്ടൻ കാപ്പിയാക്കാൻ മതി. കട്ടൻ ചായ കേട്ടോ, പാൽ ചായ ഉണ്ടാകാറുണ്ടേ. അപ്പോൾ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കട്ടൻ ചായയിലും കട്ടൻ കാപ്പി ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ദിവസം ഇവിടെ ആരംഭിക്കാം. വെള്ളയപ്പത്തിന് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കാപ്പി കുടിച്ചിട്ടേ പെട്ടെന്ന് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പത്തിന് ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്, അത് കറി വയ്ക്കാം. ആദ്യം ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പാല് കറി വെക്കുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടം വെക്കുമ്പോൾ ആമിക്കാൻ വെള്ളത്ര വലിയ താല്പര്യമാണ്. എനിക്ക് പാല് തിളപ്പിച്ചു കൊടുക്കാം. ഇതിപ്പോ രണ്ടാമത്തെ, ആദ്യം ഞാൻ ചായ ഉണ്ട് വെച്ചത് എഴുന്നേറ്റ് ഓടി. അത് ചേട്ടന് രാവിലെ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറും പോലെ. നേരാണെന്ന് അറിയില്ലട്ടോ, അങ്ങനെ പറയും എന്നോട്. ഗ്യാസ് കയറും, അതുകൊണ്ട് കാപ്പി വേണ്ടെന്ന് പറയും കാലത്ത്. പക്ഷെ എനിക്കങ്ങനെ കാപ്പി, എനിക്ക് കട്ടൻ ചായ, കട്ടൻ കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ചേട്ടന് ഞാൻ ചായ ഉണ്ട് തിളപ്പിച്ച് കൊടുത്തു ആദ്യം. എന്നിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി പോയത്. അപ്പൊ ഇത് എനിക്ക് പിള്ളേർക്ക് അപ്പനില്ല, അപ്പം പോയി, പണിക്ക് പോയി. എന്താണ് എന്താണ് നമ്മളെ ഈ സൺഫ്ലവറിന്റെ വിത്താണ് ഇതിന് കൊടുക്കുന്നത്. അപ്പൊ ആ വിത്ത് ഇത് കഴിച്ചിട്ട് ബാക്കി ഇതിന്റെ ഇടയിൽ വീടുപോലെ വേസ്റ്റ് ആയിട്ട് ഈ ട്രേ താഴെ വെച്ചിട്ടുള്ള. അപ്പൊ ആ ട്രേ ചേട്ടൻ എന്താണെന്ന് പറയാമോ, കഴുകിയിട്ട് ചെടിയിലൊക്കെ ഒഴിക്കും. അപ്പൊ അതിന്റെ വിത്തെല്ലാം ഇതിന് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതേ നോക്കി എന്താ എന്താണ് വെച്ചെടുക്കണം. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ ചക്കരമ്മ വന്ന് മണക്കണേണ്. ഇടാ ഇടാ എടാ ചക്ക, അവിടെ ചക്ക, എടാ ചക്ക വിക്കു മോനെ, വിക്കു ദേ നോക്കാത്ത വേണ്ട, വിക്കു എടാ സാമർത്ഥ്യക്കാരാ. വിക്കു ക്യാച്ച്. വിക്കു ക്യാച്ച് എന്ന് പറഞ്ഞാലേ അപ്പൊ തന്നെ ഓട്ടോണ്. മിക്കു പൂച്ച എവിടെ? പൂച്ചനെ പറയാൻ പാടില്ല. പൂച്ച എവിടെ? പൂച്ച 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 എവിടെ? പൂച്ച മിക്കി പൂച്ച. കണ്ട സുന്ദരക്കുട്ടപ്പൻ. പോടാ പോടാ, ഞാൻ കുളിച്ചതാ. വീട്ടിലിടുന്ന ചെരുപ്പ്, ഞാൻ എൻ്റെ വീട്ടിലിടുന്ന ചെരുപ്പ് അവ നശിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ. മിക്കുമാറ് കാണിച്ചു കൊടുക്കട്ടെ. അപ്പം ഇല്ലേ, ചെരുപ്പ് നശിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, ചെരുപ്പിൻ്റെ പോലെ നോക്കിയ പകുതി ഇല്ല ചെരുപ്പിന്. മിക്കുട്ട മാറിക്കേ, കണ്ട ഇതാണ് പകുതി അവൻ തിന്ന്.
ഇതാണ് ഇവൻ്റെ പണി. അപ്പോൾ നമുക്കിനി വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പം മാവ് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെയൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ ഒപ്പം നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് സ്റ്റൂ കറി വയ്ക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് മാത്രമേ ഇരിപ്പുള്ളൂ, ക്യാരറ്റൊന്നും ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാമായിരുന്നു. അങ്ങനെ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാ. ആലുവിന് തിങ്കളാഴ്ച മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ആഴ്ച മൊത്തം ഇനി ആലുവിന് ക്ലാസ് ഇല്ല. ആമിക്കുട്ടിക്ക് പിന്നെ എക്സാം ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ, ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്ന് അപ്പോൾ ആമിക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇനി ഒരു പപ്പടം കൂടെ വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ കാര്യം ഓക്കെ. പിന്നെ പാലിപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് സ്റ്റൂ അങ്ങനെ വലിയ താല്പര്യമല്ല. അപ്പോൾ ആൾ പറയണ പോലെ പാലിരിപ്പുണ്ട്. അപ്പോൾ പാല് വേണമെങ്കിൽ പാലിച്ചിട്ട് കാച്ചി കൊടുക്കാമെന്ന് കരുതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി കൊണ്ടിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് എനിക്ക് നല്ല രീതിക്ക് കിട്ടാറ്. പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയില്ലേ, അത് വാങ്ങുമ്പോഴും അപ്പം ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ ഭയങ്കര പശപ്പാണെന്നേ, പശ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ടൊക്കെ കൂടുതൽ ഞാൻ പുറത്തുനിന്ന് കേട്ടോ പച്ചരി വാങ്ങാറ്. പിന്നെ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി തന്നെ ചെയ്യും, പച്ചരി കൊണ്ട് തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ചീവി എടുക്കുന്നുണ്ട്, ഒപ്പം വെള്ളയപ്പം ചുടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന കുറേ സമയം എടുക്കുമല്ലോ, നമ്മൾ ചെറിയ തീയിലിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നോർത്ത് ആ നേരം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങും അടപ്പത്താക്കാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ ആമിക്കുട്ടിനെ വിളിച്ച് ആമിക്കു ചായയൊക്കെ കൊടുത്ത് അവിടെ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. ടി വി വെച്ച് കൊടുത്താൽ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഞാൻ കരുതും അനങ്ങാതെ ഇരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ എന്ന് കരുതി ടി വിയും വെച്ച് കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഓടിപ്പോയി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിടാമല്ലോ. ആലു എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ആലുവിന് പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി അങ്ങോട്ട് ഉറങ്ങട്ടെ എന്ന്. ഇവിടെ ചേട്ടന് ഉരുളക്കിഴങ്ങ് സ്റ്റൂ വെക്കണത് അത്ര വലിയ താല്പര്യമല്ല കേട്ടോ. കാരണം എരിവില്ലാത്തതുകൊണ്ടിട്ടാണ്. എരിവിട്ട് കൊടുക്കാൻ പറയും. ഞാൻ സ്റ്റൂവിൽ എങ്ങനെയാണ് എരിവിടുന്നത്? ഒന്നാമത് പച്ചമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുള്ളൂ. പിന്നെ അതുപോലെ ഓവറായിട്ട് പച്ചമുളക് ചേർക്കുകയില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ പറയും കേട്ടോ എരിവില്ലെന്ന്. അതുപോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ പൂരിക്ക് ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് ബാജിയാണ് എന്താ പറയുമല്ലോ, അതുണ്ടാക്കും കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുമ്പോഴും അപ്പോഴും ഇത് തന്നെ പറയും എരിവില്ല എന്ന്. എന്ത് പറയാനാണ്. പിന്നെ നമ്മൾ അതിനൊക്കെ പിന്നെ പൂരിക്ക് വേറെ കറികളൊക്കെ എങ്ങനെ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കറി തന്നെ വെക്കണം. അല്ലെങ്കിൽ പിന്നെ വല്ല മുട്ടക്കറിയൊക്കെ വെക്കണം. പിന്നെ എനിക്ക് ചേട്ടനെ കൊണ്ടൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ മീൻ വേണമെന്ന് അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. ഞാനാണ് മീൻകാരത്തി. എന്താ മീൻകാരത്തി എന്ന് തന്നെ പറയണം. കാരണം മീൻകറി ഇല്ലാണ്ട് എനിക്ക് ചോറ് ഇറങ്ങൂല കേട്ടോ. ഒരു ദിവസമൊക്കെ ഞാൻ ക്ഷമിച്ച് കടിച്ച് പിടിച്ചൊക്കെ ഇരിക്കും. പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഇത്തിരി മീൻചാറ് വേണം. പക്ഷേ ചേട്ടൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പച്ചക്കറികൾ എല്ലാത്തരം പച്ചക്കറികളും കഴിക്കും. ഞാനാണ് ചില പച്ചക്കറികളൊക്കെ കഴിക്കാത്ത ആൾ. പിന്നെ മക്കളും അതുങ്ങൾ ചില പച്ചക്കറികൾ അതുങ്ങളും കഴിക്കില്ല കേട്ടോ. പക്ഷേ ചേട്ടൻ എല്ലാ പച്ചക്കറികളും കഴിക്കും. അതേപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലില്ലേ ഈ മത്തങ്ങയും ക്യാരറ്റും ഒക്കെ ഒന്നും എനിക്ക് സാമ്പാറിൽ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇടണത് ഇഷ്ടമല്ലെന്നല്ല, കഴിക്കണത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് അങ്ങോട്ട് മാറ്റി വയ്ക്കും നൈസായിട്ട്. അപ്പോൾ ചേട്ടൻ അതൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. ചേട്ടൻ എല്ലാ പച്ചക്കറികളും കഴിക്കും. ഒരു പച്ചക്കറിയും ഇങ്ങനെ വേണ്ടാന്നില്ല. ഒരു പച്ചക്കറി മാത്രമല്ല കേട്ടോ, എന്ത് ഭക്ഷണ സാധനമാണെങ്കിലും ഒന്നും വേസ്റ്റാക്കി കളയില്ല. വേസ്റ്റാക്കി കളയണത് ചേട്ടന് ഇഷ്ടവുമല്ല. നമ്മൾ തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇപ്പോൾ ചോറാണെങ്കിൽ കൂടി അത് ഇച്ചിരി ഒന്ന് വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ചേട്ടന് ദേഷ്യം വരും. ചോറൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് ആണെങ്കിൽ പോലും എല്ലാം എന്ത് കാര്യത്തിലും നല്ല സൂക്ഷ്മമാണ് കേട്ടോ. ഞാൻ പൊക്കി പറഞ്ഞല്ല, എന്നെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാ കാര്യത്തിലും നല്ല സൂക്ഷ്മവും എല്ലാം സൂക്ഷിച്ചും കണ്ടാൽ പെരുമാറുള്ളൂ. ഒന്നും ആവശ്യത്തിനാണ്, എല്ലാം ആവശ്യത്തിനാണ്, അനാവശ്യത്തിനായിട്ടൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൂവിനുള്ള തേങ്ങാപ്പാൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര കിടന്ന് ബലം പിടിച്ച് മരിക്കണതേ ജാറ് ഇച്ചിരി ഇടങ്ങേറാണേ, അതുകൊണ്ടാണ്. നമ്മുടെ ഈ ജാറേ കുറച്ച് എന്താ പറയുക, നമ്മുടെ സലിംകുമാർ പറഞ്ഞ എടങ്ങേറ് പേഴ്സണാണെന്ന് പറഞ്ഞ പോലെ കുറച്ച് ഇടങ്ങേറാണ് കേട്ടോ. കാരണം അതിൽ കിടന്ന് ബലം പിടിച്ച് ചാവണം, എന്നാലും അത് പുറത്തേക്ക് പോകാതിരിക്കുള്ളൂ. അതിൻ്റെ ആ ഉള്ളിൽ നമ്മുടെ ആ മൂടിയുടെ ഉള്ളിലൊരു വയറുണ്ടല്ലോ, അത് കറക്റ്റായിട്ടൊക്കെ ഞാൻ വെക്കും. പക്ഷേ എന്ത് വന്നാലും എങ്ങനെ വന്നാലും അത് 4 വശത്ത് കൂടെ ഒന്ന് ചീറ്റി അങ്ങോട്ട് പോരും കേട്ടോ. ജ്യൂസൊക്കെ അടിക്കണമെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മിക്കവാറും സമയങ്ങളിലൊക്കെ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ അടിക്കാനുണ്ടെങ്കിൽ ചേട്ടനുള്ള സമയത്താണെങ്കിൽ ഞാൻ ചേട്ടനെ കൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ പിടിപ്പിക്കും. അതുമേൽ ഇങ്ങനെ അമർത്തി പിടിപ്പിച്ചിട്ടാണ് ഞാൻ അത് ഓൺ ചെയ്യാറ്. കാരണം പല തവണ എനിക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ തലയിലൊക്കെ ഒരു തെറിച്ചെല്ലാം വീണിട്ടുണ്ട്. മൊത്തം നാശം
കോശമാവും അടുക്കള. പിന്നെ അതൊന്ന് ശരിയാക്കി ക്ലീൻ ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ധൃതിക്ക് പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ഈ വക പണി സംഭവിക്കുന്നത്. മിക്സിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, യാതൊരു കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ടൊക്കെ അരഞ്ഞ് കിട്ടും. ഉഷയുടെ മിക്സിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ജാറ് മാത്രം എന്താണെന്നറിയില്ല, ഈ ജാറിന് ഭയങ്കര ഒരു അസുഖമാണ്. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മുടെ ചട്ടിയിലോട്ടാക്കിയിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ച് അതൊന്ന് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തലപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കൂലല്ലോ. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡി. അങ്ങനെ അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ആയപ്പോഴത്തേക്കും വെക്കം തന്നെ ആമീനെ പോയി കുളിപ്പിച്ച് ആളെ ഉടിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതേ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങണേണ് കേട്ടോ. അമ്മ തൂക്കട്ടെ ബാഗ്, അമ്മ തൂക്കട്ടെ, താങ്ങ നടന്നു, വേഗം നടന്നു, വണ്ടി പോകുമ്പോ. ചാടല്ലേട്ടാ, വണ്ടി പോട്ടെ. ഇന്ന് രാവിലെ തന്നെ വിളിച്ചെഴുന്നേപ്പിച്ചപ്പോഴേ ആലു നല്ല ഉറക്കം പറഞ്ഞല്ലോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ ആലുവിന് സ്കൂളില്ലെന്ന്. സാധാരണ ഇയാൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ആലുവിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നല്ല കുട്ടിയായിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് പോണത്. നമ്മളിന്ന് നേരത്തെയാണോ ധൃതിക്കാനുള്ള പോകുന്നു? വന്നുണ്ടോ? അങ്ങനെ പിന്നെ ആമീനെ ആക്കിയേച്ച് വന്ന് ഞാൻ നേരെ വന്ന് പെരടകമൊക്കെ അടിച്ച് മുറ്റമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ തൂത്തിട്ട ശേഷം അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും ആലും ചേട്ടനും കൂടെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനിരുന്ന്. ഇനി നമുക്കിതൊക്കെ കഴിച്ചിട്ട് വേണം വേഗം തന്നെ കറി വാങ്ങാൻ വേണ്ടി പോകാം. കാരണം ചേട്ടൻ ഇന്ന് 11:30 മണി കഴിയുമ്പോഴത്തേക്കും ഓട്ടം പോകാനുണ്ട്. കാരണം പിള്ളേർക്ക് എക്സാം ആണല്ലോ. അപ്പം 3 പ്രാവശ്യമായിട്ടാണ് പോയും വന്നു നോക്കിയിരിക്കണത്. അപ്പോൾ അതിനുള്ളിൽ കറി വാങ്ങാൻ പോകണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് നമുക്കിനി മീൻ വാങ്ങാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് കളത്തറയിലോട്ടാണ്. തോമ്പടിലോട്ട് പോകണില്ല. അവിടെ കുറച്ച് അയിലയും പിന്നെ എന്താ പറയുക, കണമ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് വല്ല പിലോപ്പിയ കരിമീനല്ല കേട്ടോ, സോറി, പിലോപ്പിയൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങാമെന്ന് കരുതി പോണേണ്. ആലോ നമ്മുടെ ചെരുപ്പെടുത്തരോടൊന്ന് കൊള്ളാല്ലേ എൻ്റെ ചെരുപ്പ്. അപ്പോൾ ഇത് നമ്മൾ കളത്തറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ് സ്ഥലം. നമ്മൾ കാട്ടിപ്പറമ്പില്ലേ, കാട്ടിപ്പറമ്പിൻ്റെ പള്ളിയുടെ ബാക്ക് വശത്തായിട്ട്, പള്ളിയുടെ അവിടെ കൂടെ വരാമെന്ന് തോന്നുന്നു. പിന്നെ അപ്പുറത്തൊരു വഴിയുണ്ട് കളത്തറ. അത് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ കറക്റ്റായിട്ട് വഴി പറഞ്ഞു തരും. നല്ല ചാലിൽ നല്ല ഫ്രഷ് പിലോപ്പിയും കരിമീനും ചെമ്മീനൊക്കെ കിട്ടണ സ്ഥലമുണ്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പിലോപ്പിയും കരിമീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചെമ്മീനും അതുപോലെ തന്നെ നല്ല രുചിയാണ്. എടുക്കാം. നമ്മൾ ചെന്നപ്പോഴത്തേക്കേ ഒരു 10 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിലോപ്പി കണ്ടല്ലോ, ആ 2 വലിയ പിലോപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ തീർന്ന്. പിന്നെ വലിയ ചെമ്മീൻ ഉണ്ടായിരുന്നു,
ചെറിയ ചെമ്മീൻ ഉണ്ടായിരുന്നു. വലിയ ചെമ്മീൻ നമ്മൾ വാങ്ങിയില്ല കേട്ടോ, നമുക്ക് മുതലാകില്ല അത്. ചെമ്മീനൊക്കെ നമുക്ക് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കൊക്കെ ഒപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ വാങ്ങിയില്ല. പൊടി ചെമ്മീൻ വാങ്ങി പച്ചക്കറിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ 2 പിലോപ്പി ലാസ്റ്റ് ഉണ്ടായില്ലേ, അത് നമുക്ക് കിട്ടിയിട്ടാ. അത് തൂക്കിയപ്പോൾ എന്തോരം ഉണ്ടായെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ 2 എണ്ണത്തിന് 100 രൂപ വാങ്ങി. വലുതാണ്, അത്യാവശ്യം നല്ല മുഴുപ്പുണ്ട്. നല്ല രുചിയും ഉണ്ടായിരുന്നു കേട്ടോ കറി വെച്ചിട്ടേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു പൊട്ടുവെള്ളരി വാങ്ങാനായിട്ട് 2-3 ദിവസം നടക്കണത്. അപ്പോൾ വാങ്ങാനായിട്ട് പറ്റിയില്ല. ഓരോ വട്ടം പുറത്തിറങ്ങുമ്പോഴും വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ഓർക്കണം, അയ്യോ പൊട്ടുവെള്ളരി വാങ്ങിയില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്നങ്ങനെ ആ വരുന്ന വഴി പൊട്ടുവെള്ളരിയും കുമ്മട്ടിക്കൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മളത് ഈ പരിപ്പ് ജംഗ്ഷൻ്റെ അവിടെ വന്നു കേട്ടോ. ആ പരിപ്പ് ജംഗ്ഷൻ്റെ അങ്ങോട്ട് വളയുന്ന ആ വളവിൽ തന്നെ ഒരു ചേട്ടൻ ഉണ്ടാകും കേട്ടോ, ഒരു പെട്ടി ഓട്ടോറിക്ഷ. ഈ ഒരു ചേട്ടൻ ഇവിടെ തന്നെ എപ്പോഴും പഴം പിന്നെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് ഈ ചേട്ടൻ വിൽക്കും കേട്ടോ. ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ കുമ്മട്ടിക്ക ചൂട് സമയത്താണല്ലോ ഈ കുമ്മട്ടിക്ക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എപ്പോഴും ഇവിടെ ഉണ്ടാകും കുമ്മട്ടിക്ക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ടാകും. മഞ്ഞ കുമ്മട്ടിക്ക ഉണ്ട്, പിന്നെ നമ്മുടെ സാധാരണ കുമ്മട്ടിക്ക, പിന്നെ പൊട്ടുവെള്ളരി. ഈ പൊട്ടുവെള്ളരി ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് പറയുന്നുണ്ടായിരുന്നിട്ട് പൊട്ടുവെള്ളരി കണ്ടിട്ടില്ല എന്ന്. പണ്ടൊക്കെ എനിക്കും അറിയില്ലായിരുന്നിട്ട് ഈ പൊട്ടുവെള്ളരി എന്താണെന്ന്. പിന്നീടാണ് കുറേ നാളുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ലതാണ്, ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം. ഈ പൊട്ടുവെള്ളരി എന്ന് പറയണത് എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിൽ ചോദിച്ചതാണോ എന്താണെന്ന് എനിക്കറിയില്ല. യെല്ലോ കുക്കുംബർ എന്നായിട്ടാണ് ഇതിനെ പറയണത്. എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുമല്ല കേട്ടോ, അത്യാവശ്യം വിലയും ഉണ്ട് കേട്ടോ. ഗുണമുള്ളതുപോലെ തന്നെ വിലയും ഉണ്ട് ആ സാധനത്തിന്. പിന്നെ ഞങ്ങൾ കുമ്മട്ടിക്ക് എപ്പോഴും നമ്മൾ ആ പച്ച കളറിലെ കുമ്മട്ടിക്കല്ല വാങ്ങണത്. ഇന്ന് മഞ്ഞ കണ്ടപ്പോഴത്തേക്ക് മഞ്ഞ കളറിലെ കുമ്മട്ടിക്ക വാങ്ങാൻ കരുതി. അങ്ങനെ അതും തൂക്കി ഒരെണ്ണം എടുത്തു കേട്ടോ. ഈ മഞ്ഞ കളറിലെ കുമ്മട്ടിക്ക ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഇതുവരേക്കും കഴിച്ചിട്ടില്ല. നമ്മൾ ഈ പച്ച കളറിലത് എന്നും മിക്ക സമയത്തും വാങ്ങാറുണ്ട്. ചൂട് വരുമ്പോഴത്തേക്കും എന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുമ്മട്ടിക്ക വാങ്ങാത്ത ദിവസം ഉണ്ടാവില്ല. നല്ല ശരീരം തണുക്കും എന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് വാങ്ങി കഴിക്കും. ഇവിടെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചേട്ടാ ഇപ്പോൾ ചേട്ടനുള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നമുക്കത് കഴിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ചിങ്ങമ്പഴമൊക്കെ നല്ല തണുപ്പുള്ള സംഭവമാണല്ലോ ചിങ്ങമ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ പറയും കേട്ടോ, ഇത് വാങ്ങി ശരീരത്തിന് നല്ല തണുപ്പായിരിക്കും എന്ന് പറയുമ്പോൾ അതിപ്പോൾ വാങ്ങി എന്നിട്ട് കഴിക്കുകയും ചെയ്യും. ഞാൻ എടുത്ത് ചേട്ടന് കൊടുക്കുമ്പോൾ ചേട്ടൻ കഴിക്കും. എന്നിട്ട് പറയും വേഗം പോയി ഒരു പുതപ്പെടുത്തുണ്ടോ, എനിക്ക് തണുത്തിട്ട് വയ്യാന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കും കേട്ടോ. അങ്ങനെ പൊട്ടുവെള്ളരിയും കുമ്മട്ടിക്കൊക്കെ വാങ്ങി നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണേണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഈ പൊട്ടുവെള്ളരി ജ്യൂസ് അടിച്ച് കുടിക്കും ആദ്യം തന്നെ. എന്നിട്ട് ഞാനിനി മീൻ വെട്ടാനിരിക്കുള്ളൂ. കാരണം കയ്യോടെ തന്നെ അങ്ങോട്ട് കുടിക്കാമെന്ന് കരുതി. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എൻ്റെ ഒരു അറിവിൽ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ പറ്റിയ സാധനങ്ങൾ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. പിന്നെ ചിങ്ങമ്പഴം ഉണ്ടെന്നറിയാം, പിന്നെ ചെറുപയർ, അതെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പറയണേ. ഞാൻ ഈ കുമ്മട്ടിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്സ് ഇടുമ്പോഴത്തേക്കും കുറേ പേര് ചോദിക്കും കേട്ടോ, കുമ്മട്ടിക്ക അതെന്ത് സാധനമാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ അവിടെ വേറെ പേരൊക്കെ പറയണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലക്കാരില്ല, അപ്പോൾ ആ ഓരോരുത്തരുടെ സ്ഥലത്തിന് ഓരോ സാധനങ്ങൾക്ക് ഓരോ തരത്തിലെ പേര്. ഇന്നലെ തന്നെ കുടുക്കിയിട്ടപ്പോഴത്തേക്കും അപ്പോഴും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രീതി നമുക്ക് സംസാരിച്ച് നമുക്ക് ആ ഒരു രീതിയെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെന്താണോ പറയണത് ആ ഒരു രീതിക്കാണ് ഞാൻ പറയണത്. അപ്പോൾ ഞാൻ പറയണതായിരിക്കുമല്ലോ നിങ്ങൾ പറയണത്. നിങ്ങളുടെ അവിടുത്തെ പേര് വേറെ, ഞങ്ങളുടെ ഇവിടുത്തെ പേര് വേറെ. അപ്പോൾ ഞാൻ കുമ്മട്ടിക്ക് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ വേണ്ടി പൊട്ടുവെള്ളരി നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ പൊട്ടുവെള്ളരി ചെറുതായിട്ടേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പൊട്ടിയതിനേറ്റവും തോന്നണല്ലേ ഈ പൊട്ടുവെള്ളരി എന്ന് പേര് വന്നത്. ചിലത് നല്ലവണ്ണം ഇങ്ങനെ പൊളിഞ്ഞിരിക്കും കേട്ടോ, നല്ലതുപോലെ ഇങ്ങനെ വിടർന്നിരിക്കും. അതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അവർ വെച്ചിട്ടുണ്ടാവും. ഇത് ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയപ്പോൾ തന്നെ അതിങ്ങനെ പൊളിഞ്ഞു പോകുന്നു. കാരണം ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ എന്താ പറയുക, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ അമ്മക്കുമ്പോൾ തന്നെ അതിങ്ങനെ അമ്മങ്ങി ഞെരിഞ്ഞങ്ങ് പോകും. അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു 3/4 ഭാഗത്തോളം എടുത്ത് അതിൻ്റെ കുരുവെല്ലാം വടിഞ്ഞങ്ങോട്ട് കളഞ്ഞ് അതിൻ്റെ തൊലിയും കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി ഒരു പീസ് എടുത്ത് വെച്ചേക്കണത് നമ്മുടെ ആമിക്കുട്ടിക്കും അപ്പനും വരുമ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് അടിച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് അങ്ങനെ തന്നെ പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച് നമുക്ക് വേണ്ടത് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പാലൊഴിച്ചു. അത് ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. പിന്നെ ഞാനത് ഷെയ്ക്കാക്കി മാറ്റിയിട്ട് ഞാൻ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ അതിനകത്തൊട്ടിട്ട് പാലും പഞ്ചസാരയും നേരിയ മധുരം ഇട്ടുള്ളൂ. ചേട്ടൻ നേരിയ മധുരം മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരിയ മധുരം ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഐസ് ക്യൂബ് ഇട്ട് ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട്. ഗ്ലാസ് നമ്മുടെ മഹാരാജാസ് ജ്വല്ലറിയിൽ നമ്മളന്ന് പോയില്ലേ സ്റ്റഡ് വാങ്ങാൻ വേണ്ടി, അപ്പം അവിടെ നിന്ന് കിട്ടിയ ഗ്ലാസ്സാണ് കേട്ടോ, അല്ലാതെ ജ്വല്ലറിയുടെ പരസ്യമൊന്നും അല്ലേ. അപ്പോൾ ആ പുതിയ ഗ്ലാസ് കണ്ടപ്പോൾ ഞാൻ അതിലെടുക്കാമെന്ന് കരുതി. അങ്ങനെ ചേട്ടൻ ആദ്യം കൊണ്ട് കൊടുത്തു. ആലുക്കുട്ടി അപ്പുറത്ത് TV കണ്ടിരിപ്പുണ്ട്. അപ്പോൾ ആലുവിനും കൊടുത്ത് ഞാനും ഒരു ഗ്ലാസ് എടുത്തു കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് കുടിച്ചിട്ടാണ് മീൻ വെട്ടാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എന്താണ് തേങ്ങാപ്പാലിട്ട് ശർക്കരയൊക്കെ ഇട്ടെടുത്താൽ നല്ല അടിപൊളിയാണെന്ന്. ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതാണ് കിട്ടിയ മീൻ. 2 പിലോപ്പി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് നച്ചക്കയും ഒരു കുഞ്ഞ് പിലോപ്പിയും കൂടി ഇട്ട് തന്നിട്ടുണ്ടായി. പിന്നെ ചെമ്മീൻ നമ്മൾ 1/2 കിലോനാണ് കേട്ടോ വാങ്ങിയത്. പൊടിച്ചെമ്മീൻ ആയതുകൊണ്ട് ഞാനത് പച്ചക്കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്ത് പച്ചക്കറിയിലിട്ട് വെക്കാമല്ലോ എന്ന് കരുതി. പൊടിച്ചെമ്മീൻ ആയതുകൊണ്ട് ഒരുപാട് വാങ്ങിയുമില്ല. അതുപോലെ കിള്ളി എടുക്കാനും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല മുഴുപ്പുണ്ടെന്ന്. കാണുമ്പോൾ ഇങ്ങനെ ഇച്ചിരി വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെന്നാണെങ്കിലും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കുഞ്ഞ് നച്ചക്കയുള്ളതും ആ കുഞ്ഞ് പിലോപ്പിയും കൂടെ ഞാൻ നമ്മുടെ 2 പൂച്ചക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. മീനെടുത്ത് അപ്പം എത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അതുങ്ങൾക്ക് ഇട്ട് കൊടുത്തേ. പക്ഷേ ഞാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ. അവർക്ക് വേണ്ടായിരുന്നു കേട്ടോ. ഒരു പിലോപ്പി ഉണ്ടായത് ഒരു കുഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞും പിന്നെ ഒരു വലിയ പൂച്ചയും വെള്ളമുള്ളത്. ആ ചെറുത് ആ പിലോപ്പിയും കടിച്ചോണ്ട് അങ്ങോട്ട് ഓടിക്കളഞ്ഞു. പിന്നെ ആ വലുത് വന്നിട്ട് വലിയ പൂച്ച വന്നിട്ട് ആ നച്ചക്ക കടിക്കാൻ നോക്കിയിട്ട് അവന് പറ്റാനുണ്ടാകുന്നില്ല. കൈ കൊണ്ടൊക്കെ തോണ്ടിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ടും പോയി. പിന്നീടാണ് എനിക്കത് ഓടിത്തിരിഞ്ഞത്. ഞാനത് മുറിച്ച് കൊടുക്കേണ്ടതായിരുന്നു എന്ന് കുറേ പേര് പറഞ്ഞു. ചേച്ചി അത് മുറിച്ച് കൊടുത്താലേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. സാധാരണ ഞാൻ ചെറിയ ചാളയൊക്കെ കിട്ടുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ നച്ചക്കയും ഇട്ട് കൊടുത്തത്. നച്ചക്കാണെങ്കിൽ ഭയങ്കര മുള്ളുവാണല്ലോ, തേച്ചെടുക്കാനും പാടാണ്. പിന്നെ ഈ ഒരു നച്ചക്കയിട്ട് നമ്മൾ ആ കറിയിൽ ഇടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. പക്ഷെ ഞാൻ മുറിച്ച് കൊടുക്കേണ്ടതായിരുന്നു. അത് എൻ്റെ തെറ്റായിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്കത് ശരിയാക്കാം. പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്തുകൊണ്ട് കടിച്ച് കൊണ്ടുപോയി കേട്ടോ. അത് എങ്ങനെയൊക്കെ കഴിച്ചെന്നറിയാൻ പാടില്ല, കടിച്ചുകൊണ്ട് പോയി അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട്. അങ്ങനെ ദേ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ വറുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കറി മാത്രമേ വെക്കാനുള്ളൂ. ആകെ 2 ഉള്ളൂ. അത് വറുത്തെടുത്താൽ പിന്നെ നമുക്ക് പിന്നെ രാത്രിത്തേക്ക് കറി ഉണ്ടാവില്ല. അങ്ങനെ കറി വയ്ക്കാൻ വേണ്ടി പോണേണേ. അപ്പോൾ ചട്ടി നമുക്കിനി കഴുകി അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഞാൻ അച്ചിങ്ങ അല്ല, ബീൻസും ചെമ്മീനും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ബീൻസ് അരിയാൻ വേണ്ടിയിട്ട് ആലുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് ബീൻസ് അരിഞ്ഞ് തരുന്നുണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ചെമ്മീനിട്ട് ബീൻസ് വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് ഉള്ളി ഞാൻ ചതച്ചെടുക്കാനാണ് നമുക്ക് പിലോപ്പി കറിക്ക് വേണ്ടിയിട്ട്. മുളക് കറി വയ്ക്കാം കേട്ടോ. ഈ നമ്മുടെ പിലോപ്പിക്കൊക്കെ ചെറിയൊരു മധുരിപ്പുള്ളത് കൊണ്ടിട്ട് മുളക് കറി വെക്കേണ്ടത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അതും കുടംപുളിയിൽ. നമ്മളെ അവിടെ പോയിട്ട് ആ 2 മീൻ വാങ്ങിക്കൊണ്ട് വന്ന കാര്യം അപ്പൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നല്ലോ പണിക്ക്. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് 2 മീനെങ്കിൽ 2 മീൻ നമുക്ക് ഉച്ചക്കത്തേക്ക് ആകുമല്ലോ എന്ന് കരുതിയത്. ഉച്ചക്കത്തേക്കല്ല, നമുക്ക് രാത്രത്തേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഷ്ടിച്ചൊക്കെ ഒപ്പിച്ചെടുക്കാം. അപ്പോൾ അപ്പൻ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് വറക്കുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതി. പക്ഷെ അപ്പൻ ഉള്ളത് പറയാമല്ലോ വഞ്ചേലല്ലായിരുന്നു കേട്ടോ പോയത്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അപ്പനെ കാണാനില്ല. അപ്പോൾ ഞാൻ കരുതി അപ്പം വഞ്ചയിൽ പോയതായിരിക്കും. പക്ഷെ വഞ്ചയിൽ പോയതല്ല, വലപ്പണിക്ക് പോയതാണ് കേട്ടോ. വഞ്ചിയിലത്തെ വല ഇറക്കാനെന്ന് പറഞ്ഞിട്ടാണ്, വല ഇറക്കാനെന്നാണ് അപ്പം വന്നപ്പോൾ പറഞ്ഞത്. അപ്പം വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയണത് വഞ്ചിയിൽ. അല്ല ഞാൻ ഓർത്തേ കൊച്ചു വഞ്ചിയിലൊക്കെ പോകാറുണ്ട്. അപ്പം ഞാൻ കരുതി കൊച്ചു വഞ്ചിയിൽ പോയേക്കണിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു കാര്യം. എന്നാലും നമ്മൾ രാത്രി വരെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ഒപ്പിച്ച് കേട്ടാ. അപ്പോൾ അതേ ചട്ടി ചൂടായപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലേക്ക് ഇട്ട് വളറ്റാനിട്ടിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും എന്തേ ആലു എനിക്ക് ബീൻസൊക്കെ അരിഞ്ഞത് കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഒരാളുടെ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു പോയി കേട്ടോ. ചേച്ചി സാമ്പാറിൽ വരെ ചെമ്മീൻ ഇടുവാന്ന്. സാമ്പാറിലൊന്നും നമ്മൾ ചെമ്മീൻ ഇടില്ല കേട്ടോ. പക്ഷേ നമ്മളിവിടെ എന്ത് പച്ചക്കറി വെച്ചാലും അതിലൊരിത്തിരി ചെമ്മീനിട്ട് ഒലത്താറുണ്ട്. അത് എനിക്കൊന്നും നിങ്ങളങ്ങനെ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ കൊച്ചു ചെമ്മീനൊക്കെ ഇട്ട് പച്ചക്കറി ഇട്ട് ഒലത്തി കഴിയുമ്പോഴത്തേക്കും. അച്ചിങ്ങ ഞാൻ വെക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അച്ചിങ്ങ, അമരപ്പയർ, ബീൻസ്, എന്താ പറയുക, പീച്ചിങ്ങ, പടവലങ്ങ, ഇതിലൊക്കെ ചീര, ഉരുളക്കിഴങ്ങ്, കൂർക്ക, ചേമ്പ്, ചേന, ഇതിലൊക്കെ വരെ ചെമ്മീനിട്ട് വെക്കും കേട്ടോ. നിങ്ങളൊന്ന് ഇങ്ങനെ ഇതുവരെ അങ്ങനെ വെച്ച് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ കൊച്ചു ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് അധികമൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 100 രൂപക്കൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ നമ്മൾ കിള്ളി വെക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ ചോറ് കെട്ടുന്ന ആൾക്കാർക്കൊക്കെ സുഖമാണ്. ഇത്തിരി ഇച്ചിരി എടുത്തിട്ടും പച്ചക്കറിയിലിട്ട് ഒലത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പൻ കടലിലൊക്കെ പോയിട്ട് വലിയ മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെങ്കിലും അപ്പൻ അങ്ങനെ കാര്യമായിട്ട് കഴിക്കൂല കേട്ടോ. ചെറിയൊരു കഷ്ണമൊക്കെ കഴിച്ച് ബാക്കി ഞങ്ങൾക്ക് തന്നെ ഇങ്ങോട്ട് പാത്രത്തിലോട്ടൊക്കെ വെച്ച് തരും. കാരണം അവർ വഞ്ചിയിലും ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ വലിയ അയലയാണെങ്കിൽ കൂടി ഒരു വലിയ അയല അങ്ങനെ തന്നെയായിരിക്കും ഓരോരുത്തർക്ക് വെച്ചിട്ട് കറി വയ്ക്കണത്. അത് മുറിക്കാതെ പറയണ കേൾക്കാം അപ്പൻ വലിയ അയലയൊക്കെ അങ്ങനെ തന്നെ ചട്ടിയിലിട്ട് കറിയാക്കിയിട്ട് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ കഴിച്ച് മടുപ്പാകുമല്ലോ. സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും എന്ത് ഭക്ഷണമാണെങ്കിലും ഇപ്പോൾ എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ കൂടി നമുക്കത് സ്ഥിരം കഴിക്കുമ്പോൾ നമുക്കത് മടുക്കും. അപ്പോൾ അപ്പൻ അങ്ങനെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഇവിടെയും വന്നിട്ട് കഴിക്കാനൊക്കെ അങ്ങനെ താല്പര്യക്കുറവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് കഴിക്കൂല. നല്ല മീനാണെങ്കിൽ തന്നെ ഇച്ചിരിയൊക്കെ കിള്ളി അവിടെ നിന്ന് ഇവിടെ കിള്ളി കഴിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ തരും കേട്ടോ. അങ്ങനെ ഉള്ളി വഴണ്ട് വന്നതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും
നമുക്കിതേ നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കുടംപുളിയും ഉപ്പൊക്കെ ഇട്ട് അവിടെ അടച്ച് വെച്ചേക്കാം. ഞാൻ ആകെ കുരുമുളക് പൊടി ഇടണ കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 പിലോപ്പിക്കറി, പിന്നെ 2 നങ്ക്. ഈ 2 കറിക്ക് മാത്രമേ ഞങ്ങളിവിടെ വീട്ടിൽ കുരുമുളക് പൊടി ചേർക്കാറുള്ളൂ കേട്ടോ. ചാളക്കറി എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർക്കാറില്ല. പക്ഷേ ചേർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് ടേസ്റ്റ് ആയിരിക്കാം, പക്ഷേ നമ്മളിവിടെ അത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നങ്കിലൊക്കെ ഞാൻ കുരുമുളക് ചേർക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നങ്കിങ്ങനെ ചൂട് നങ്ക് തിളപ്പിച്ചതും ചൂട് ചോറും വിനാഗിരിയൊക്കെ ഇട്ട് തിളപ്പിച്ച കുരുമുളക് പൊടിയൊക്കെ ഇട്ട്, അയ്യോ വായിൽ വെള്ളം വന്നി, നല്ല ചൂട് ചോറ് കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട്. നമ്മുടെ മീൻകറി ഒരടപ്പിൽ വെച്ചിട്ടുണ്ട്, അപ്പുറത്തെ അടുപ്പിൽ ബീൻസും ചെമ്മീനും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീൻസിൻ്റെ അകത്തോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, ഇച്ചിരി ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും മുളകൊക്കെ ഇട്ട് താളിച്ചെടുക്കാം. അപ്പോൾ അതേ ചാറ് തിളച്ച് വന്നപ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല, 7 കഷ്ണം ഉണ്ടായി. ഒരെണ്ണം ഞാൻ 4 കഷ്ണമാക്കിയിട്ടാ. എന്താ പറയുക, ബ്ലേഡ് പോലെയൊന്നും അല്ല, എന്നാലും അത്യാവശ്യം മാംസമൊക്കെ ഉണ്ടായി. 4 കഷ്ണമാക്കി, പിന്നെ ഒരെണ്ണം 3 കഷ്ണമാക്കി, അങ്ങനെ 7 കഷ്ണമാക്കിയിട്ട് നമ്മുടെ കറിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്ക് അപ്പനും ഉണ്ടായില്ല, ആമിക്കുട്ടിയും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് പിന്നെ രാത്രി കഴിക്കാനുള്ള പിന്നെ അവരൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ തട്ടിയും മുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കഴിച്ചു രാത്രി വരെ. അങ്ങനെ മീൻ കഷ്ണങ്ങളിട്ടു. ഇനി സ്പൂണ് കൊണ്ടൊന്നൊക്കെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് നാശമായി പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ തടത്തൊടി വെച്ചിട്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്, ചെറുതിയിലാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ ബീൻസും ചെമ്മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീൻസ് താളിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉള്ളിയും കറിവേപ്പിലിട്ട് വഴറ്റാനിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് അല്പം വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വെള്ളത്തോട് കൂടെ തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിക്ക് പകരം ചതച്ച മുളക് ചേർത്താലും മതി. ഞാനിപ്പോൾ മുളക് പൊടിയാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ബീൻസ് ഞണ്ടില്ലേ, ഞണ്ടിലിട്ട് വയ്ക്കും കേട്ടോ. ഇപ്പം അപ്പനൊക്കെ പണ്ട് വലയിടാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 1 ഞണ്ട് 2 ഞണ്ടൊക്കെ കിട്ടുവേ. അപ്പോൾ അതായിട്ട് കളയണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളുടെ അമ്മൂമ്മയില്ലേ ഞണ്ട് ബീൻസൊക്കെ ഇട്ട് വയ്ക്കും, പിന്നെ പച്ചക്ക ഇട്ട് വയ്ക്കും, ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കും ഞണ്ട്. അത് കുറേ ഞണ്ടൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഞണ്ട് തനിച്ച് മാത്രം വയ്ക്കട്ടെ. ഈ 1 ഞണ്ട് 2 ഞണ്ടൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ പച്ചക്കറിയിലിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ആ ഞണ്ടിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി ബീൻസിലും ഉരുളക്കിഴങ്ങിലൊക്കെ അങ്ങ് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ അച്ചിങ്ങയും ചെമ്മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം വെള്ളം വറ്റാനുണ്ട്, അതും കൂടെ വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. മീൻകറിയുടെയും ചാറൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ മീൻകറിയുടെ ചട്ടി അങ്ങോട്ട് ഓഫ് ചെയ്ത്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി. ഇനി കഞ്ഞി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ രാവിലെ കഞ്ഞി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടക്കുന്നതിന് മുൻപായിട്ട്, സ്ഥിരം പറയുന്നത് പോലെ അടക്കുന്നതിന് മുൻപായിട്ട് ഒരു വട്ടം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കും കേട്ടോ. എന്നാലും എനിക്കത് കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഉള്ളു വേവാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ രാവിലെ ഒന്ന് തിളപ്പിച്ചിറക്കിയിട്ട് പിന്നെ നമ്മൾ അടക്കുന്ന നേരത്ത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കാലത്തെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് മുൻപൊക്കെ തന്നെ കഞ്ഞി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമയം രണ്ടാമത് ഞാൻ കഞ്ഞി തിളപ്പിക്കുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയായിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ ചോറങ്ങ് വെന്ത് കലങ്ങിയൊന്നും പോകില്ല കേട്ടോ, ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മളൊരു 7 മണിക്ക് വെച്ച് ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഇതേപോലെ വീണ്ടും തിളപ്പിച്ചിറക്കിയാലും കറക്റ്റ് വേവിൽ കിട്ടും. ഇപ്പോൾ ഉച്ചക്ക് ചെയ്താലും ആ ഒരു വേവി തന്നെ കിട്ടും കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് കലങ്ങിയൊന്നും പോകില്ല, കറക്റ്റ് ഇങ്ങനെ മണി പോലെ ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ തെർമൽ കുക്കറിൻ്റെ ഉള്ളിൽ നമ്മളത് വാങ്ങിയപ്പോഴത്തേക്കും കിട്ടിയത് അതിൻ്റെ ഉള്ളിൽ അലൂമിനിയത്തിൻ്റെ കലമായിരുന്നു കേട്ടോ. പിന്നെ ആ കലം മാറ്റിയിട്ട് നമ്മൾ സ്റ്റീൽ കലം വാങ്ങിയതാണ്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, സെപ്പറേറ്റ് വാങ്ങിയതാണ് നമ്മൾ ഈ സ്റ്റീൽ കലം. അലൂമിനിയം കലം ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല, അത് അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കഞ്ഞിയൊന്നും വെക്കാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ, സ്റ്റീൽ കലത്തിൽ തന്നെ നമ്മൾ ചെയ്യാറ്. വീണ്ടും കഞ്ഞിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതേ, വെള്ളമെല്ലാം വറ്റി ഇങ്ങനെ ചോറ് നല്ല കണക്കിന് നിൽക്കണതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് തീ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടിക്ക് ചോറ് പിടിച്ചിട്ട് ചോറെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് വെള്ളം ഒഴിച്ച് അടിയിന്നേ നല്ലതുപോലെ ഇളക്കി കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു തിളച്ചാൽ മതി, അങ്ങോട്ട് അടച്ചിടും. ഒരാൾക്ക് വേറൊരു ഇടവും കിട്ടിയില്ല ഉറങ്ങാനായിട്ട്, ചട്ടിക്കകത്ത് കയറിയിരുന്ന് ഉറങ്ങണത് നോക്കിയേ. സുന്ദരി ഉറങ്ങിക്കോ. ഈ ചട്ടി പിന്നെ നമ്മൾ ഉപയോഗിക്കൂല കേട്ടാ. കൊടുക്കാൻ വെച്ചേക്കണ ചട്ടിയാണ്, ഉറങ്ങിക്കോട്ടാ. ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഒന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ ചട്ടറാത്ത് കിടന്ന് ഉറങ്ങണമായിരുന്നേ. ആലുമാണ് എന്നെ കാണിച്ചു തന്നത്. അപ്പോൾ ഞാനത് ചെന്നപ്പോഴത്തേക്കും ഒച്ച കേട്ടല്ല, അപ്പോൾ ഉറങ്ങണ ആൾ പെട്ടെന്ന് എഴുന്നേറ്റ്. അതാണ് ആ ഇരിപ്പ് കണ്ടത് ചട്ടിക്കകത്ത്. ഞാൻ കരുതി അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ശല്യപ്പെടുത്താൻ പോയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾ തനിയെ എഴുന്നേറ്റ് പോയി കേട്ടോ.
അങ്ങനെ ചോറ് വെന്ത് അടച്ച് വെള്ളമെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ അതേ ചേട്ടൻ അപ്പോൾ ഇറങ്ങണ കഴിഞ്ഞിട്ടാണ് പോകാനായിട്ട്. അതിന് മുൻപേ ആല് പോയി. ചേട്ടൻ ഇന്ന് ഇച്ചിരി വൈകി ഇറങ്ങിയത്. അപ്പോൾ ആലിന് 3 മണിക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ടിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഒരു 2:45 കഴിഞ്ഞപ്പോൾ തന്നെ പോയി കേട്ടോ. അതും കഴിഞ്ഞിട്ടാണ് അതേ ചേട്ടൻ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ചേട്ടൻ പോയപ്പോഴേ മിക്കുക്കുട്ടൻ്റെ കാട്ടായ നിങ്ങൾ കണ്ടോ കേട്ടോ. ചക്കരമോൻ ഉണ്ടോ അവിടെ? ചക്കരമോനെ ഞാൻ പോണു, ഞാൻ പോണു. എടാ സാമർത്ഥ്യക്കാരാ.